എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ലയോള സ്കൂളിൽ നിന്നെത്തിയവരാണ്. എൻ്റെ അടുത്തിരിക്കുന്നത് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ലയോള സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ്. മാഡം സാറ, ലയോള സ്കൂൾ നടത്താൻ പോകുന്ന എക്സ്റ്റൻഷിപ്പിൻ്റെ കോർഡിനേറ്റർ. റോഷി മാഡം, ഞങ്ങളുടെ സ്കൂളിൻ്റെ കമ്പ്യൂട്ടർ എക്സ്പേർട്ട്, കമ്പ്യൂട്ടർ കാര്യങ്ങളും ഒപ്പം സ്കൂളിലെ അധ്യാപികയുമാണ്. ഞാൻ ഫാദർ സാൽവിൻ അഗസ്റ്റിൻ SJ, പ്രിൻസിപ്പൽ, ലയോള സ്കൂൾ. ലയോള സ്കൂള് കഴിഞ്ഞ 5 വർഷമായി നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് എക്സ്റ്റൻഷിപ്പ് പ്രോഗ്രാം. സ്കൂളിൽ നിന്ന് 11ാം ക്ലാസ് പൂർത്തിയാക്കി 12ാം ക്ലാസ്സിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും എക്സ്റ്റൻഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വിദ്യാർത്ഥികൾക്ക് തൊഴിലിനെ പറ്റിയുള്ള അറിവുണ്ടാക്കുക, തൊഴിലിടങ്ങൾ സന്ദർശിക്കുക, ഒപ്പം തൊഴിലിനോടുള്ള അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തി അവരുടെ ജീവിതത്തിൽ കൂടുതൽ ലക്ഷ്യബോധത്തോടു കൂടി അവരെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെ വിജയകരമായിട്ട് ഇത് നടത്തുന്നു. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വേറെ ഒരു സ്കൂളും ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നില്ല എന്നുള്ളതാണ്. മറ്റു സ്കൂളുകളെയും ഈ ഒരു പരിപാടിയിൽ ഭാഗവാക്കാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരു സ്കൂൾ ഞങ്ങളുടെ കൂടെ ചേർന്നിരുന്നു. ഈ വർഷവും പുതിയ സ്കൂളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഏപ്രിൽ മാസം 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെയും ഏപ്രിൽ മാസം 13-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുമാണ് ഈ പരിപാടി നടത്തുന്നത്. ഞങ്ങൾ കുട്ടികളെ അയക്കുന്നത് ഹോസ്പിറ്റലുകൾ, അത് ആയുർവേദ ഹോസ്പിറ്റൽ, അലോപ്പതി ഹോസ്പിറ്റലുകൾ, ഹോമിയോ ഹോസ്പിറ്റലുകൾ, മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, IT-യുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അതുപോലെ കോടതികൾ, ഇങ്ങനെ ഏകദേശം ഒരു 53ഓളം ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്, ഫേംസിലാണ് ഞങ്ങൾ കുട്ടികളെ അയക്കുന്നത്. ഞങ്ങളുടെ അനുഭവം കുട്ടികൾക്ക് വളരെയേറെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒപ്പം തൊഴിലിനോട് മാത്രമല്ല ജീവിതത്തോട് തന്നെയുള്ള അവരുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യത്യാസം വന്നതായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നു. വളരെ വിജയകരമായി നടത്തിക്കൊണ്ടു പോകുന്ന ഈ ഒരു പരിപാടിയാണ്. ഇതൊരു കൂട്ടായ്മയാണ്. അതായത് ലയോള സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, ഫാദറും ബാക്കി സ്റ്റാഫും എല്ലാവരും ഉള്ള മാനേജ്മെൻറ്റ്, PTA ആൻഡ് ഞങ്ങൾ അലുമിനൈ, ലയോള ഓൾഡ് ബാച്ചസ് അസോസിയേഷൻ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് ഈ എക്സ്റ്റേൺഷിപ്പ്. ഇതിൽ ഫാദർ പറഞ്ഞ പോലെ ഞങ്ങൾ പല മേഖലകൾ, അതായത് മാനുഫാക്ചറിങ്, IT, ടൂറിസം, ഈ ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത് കെയർ, എല്ലാ വേർട്ടിക്കൽസിലും കുട്ടികൾക്ക് എന്താണ് ആ മേഖലയിലെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ അത് അവർ കണ്ട് മനസ്സിലാക്കി, ആ റിയൽ ലൈഫിൽ നടക്കുന്നത് എന്താണെന്ന് കണ്ട് മനസ്സിലാക്കി അവർക്ക് തിരഞ്ഞെടുക്കാം ഏത് മേഖലയിൽ മുന്നോട്ട് പോകണമെന്ന്. ആൻഡ് മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് സ്റ്റാർട്ടപ്പ്സ്. കേരളം സ്റ്റാർട്ടപ്സിനൊരു വലിയൊരു ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ വിവിധ മേഖലയിലുള്ള ആ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ എൻറ്റിറ്റിയിൽ പോയി അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് തൊഴിൽ അന്വേഷകരിൽ നിന്നും തൊഴിൽ ദാതാക്കളായിട്ട് മാറാം. അവർക്ക് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണേഴ്സ് ആവാം. അപ്പോൾ 11ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് തന്നെ ആ ആക്ച്വൽ ബിസിനസ് വേൾഡ്, ഒരു യഥാർത്ഥ റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു വളരെ നല്ല ഒരു ഇനിഷ്യേറ്റീവാണ് ലയോള സ്കൂൾ മാനേജ്മെൻറ്റും PTA-യും ലയോള അലുമിനൈയും കൂടെ ചെയ്യുന്നത്. ഇത് മറ്റ് സ്കൂളുകളും കണ്ടുപഠിക്കേണ്ട ഒരു മാതൃകയാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ഒരു അഭിമാനകരമായ ഒരു ഇനിഷ്യേറ്റീവ് ആയതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് ഒരു മാക്സിമം ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഇത്രയും നല്ലൊരു കാര്യം മറ്റു സ്കൂളുകളും, ഈ കേരളത്തിൽ മാത്രമല്ല ഈ ഇന്ത്യയിൽ തന്നെ മറ്റു സ്കൂളുകളും ഇത് കണ്ട് അത് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു എയിമും ഉണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ പ്രസ് മീറ്റിന്. ലയോള സ്കൂളിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് സ്കൂളിൽ വളരെ ശക്തമായ ഒരു ലയോള ഓൾഡ് ബോയ്സ് അസോസിയേഷൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഗേൾസിനെയും കൂടെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്തതുകൊണ്ട് ലോബയുടെ പേര് ലയോള ഓൾഡ് ബാച്ചസ് അസോസിയേഷൻ എന്നായി. എങ്കിലും ലോബ എന്ന പേര് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ലോബയുടെയാണ് ഒരു വലിയ ഒരു സംഭാവന എന്ന് വേണമെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിനെ പറയാം. അവരുടെ വലിയ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. അവർക്കുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അങ്ങനെ ലോബ, പേരൻസ്, അധ്യാപകർ എല്ലാവരും കൂടിയുള്ള ഒരു വലിയൊരു സംരംഭമാണ്. ഇതുവഴി കുട്ടികളുടെ പഠനത്തിലും കാര്യമായ പുരോഗതി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒപ്പം ജീവിതത്തിൽ അവർക്കൊരു ദർശനം ലഭിക്കുന്നതായിട്ട്, ഒരു കുട്ടിയും വഴിതെറ്റി പോകാതിരിക്കുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുണ്ട് സർ. അത് പ്രധാനമായിട്ട് പോകുന്നത് ഗീതാഞ്ജലി ഹോസ്പിറ്റൽ, നെയ്യാർ മെഡിസിറ്റി, അനന്തപുരി ഹോസ്പിറ്റൽ, കമല ഡെന്റൽ ക്ലിനിക്, ബ്ലൂ സ്പ്രിംഗ്, മെഡിഫോർട്ട്, ധന്വന്തരി ആയുർവേദ ഹോസ്പിറ്റൽ, അഗസ്ത്യ ഹെറിറ്റേജ്, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. നമ്മൾ കുട്ടികളെ അവിടെ വിട്ട് കഴിയുമ്പം എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ഡോക്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ്, നേഴ്സുമാർ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, പേഷ്യൻസിനെ എങ്ങനെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്ലസ് ഡോക്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ എന്തൊക്കെയാണ് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പം ഭാവിയിൽ ഈ കുട്ടികൾക്ക് മെഡിസിന് പോകാൻ താല്പര്യമുള്ളവർക്ക് അത് വളരെ പ്രചോദനകരമായിരിക്കും.